നമസ്തേ, രാംസ് വോയിസിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യമേ പറയട്ടെ, എല്ലാവരും ലൈക്ക് ചെയ്യുക, അഭിപ്രായം രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ നമുക്കിതിൽ പറയാനുണ്ട്. അതിൽ ചിലവുള്ള പരിപാടികളുമുണ്ട്. അപ്പോൾ ഇൻകം ഒരു പ്രശ്നം തന്നെയാണ്. ഇൻകം ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. ഞാൻ സാധാരണ പറയാൻ വിട്ടുപോകുന്ന കാര്യമാണ്, അതുകൊണ്ടാണ് ആദ്യമേ ഇത് പറഞ്ഞത്. നമ്മൾ വലാവും ബറാവും 2 എപ്പിസോഡ് കഴിഞ്ഞു. ഈ ഒളിച്ച് കടത്തുന്ന ഒരു മതമുണ്ട്. ആ മതത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അവരുടെ ചിന്താഗതികൾ, അവരുടെ മൂല്യങ്ങൾ മാത്രം മുന്നോട്ട് വയ്ക്കുകയും അവർ തന്നെ മറച്ചു വയ്ക്കുന്ന ചില കാര്യങ്ങൾ അത് പൊതുസമൂഹത്തിൻ്റെ അടുത്തേക്ക് എത്താറില്ല. ഇപ്പം എല്ലാ മുസ്ലിങ്ങളും അത് അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് അറിയുന്നില്ല. പക്ഷേ അറിയാത്തവരിലേക്കും എത്തിക്കാനുള്ള ശ്രമമാണ് ഈ പറയുന്ന, നമ്മൾ സാധാരണ പറയുന്നുണ്ടല്ലോ, എന്താണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാമിൻ്റെ മൂല്യങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു യഥാർത്ഥ മുസൽമാനായിരിക്കാൻ എന്തൊക്കെ ചെയ്യണം, മറ്റുള്ളവരെ എങ്ങനെ വെറുക്കണം, അതല്ലെങ്കിൽ അവരെ എങ്ങനെ അകറ്റി നിർത്തണം, ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പോകുന്നതിൻ്റെ വ്യക്തമായ രേഖയാണ് ഈ വലാവും ബറാവും. പരസ്പരം അവരൊട്ടി നിൽക്കുക, ഒപ്പം ആ വിശ്വാസത്തിന് എതിര് നിൽക്കുന്നവരെ അല്ലെങ്കിൽ അവിശ്വാസികളെ, അങ്ങനെ ആ ഒരു വാക്ക് പറയുന്നത് അവിശ്വാസികളിൽ ആരൊക്കെ പെടും? മുസൽമാനല്ലാത്ത എല്ലാ ആളുകളും അവിശ്വാസികളായി അറിയപ്പെടും. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് ഈ കാര്യങ്ങളിലേക്ക് പോകാം. വലാവും ബറാവും ജനങ്ങളും, ഇതാണ് ഇന്ന് അവരുടെ അടുത്ത വിഷയം. അതിൽ ഒന്ന്, നിഷ്കപടമായ സ്നേഹം അനിവാര്യമാക്കുന്നവർ. നിഷ്കപടമായ സ്നേഹം അനിവാര്യമാക്കുന്നവർ, കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. നിഷ്കപടമായ സ്നേഹം അനിവാര്യമാക്കുന്നവർ അതാരൊക്കെയാണ്? നബിമാർ, സുദീഖീങ്ങൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ എന്നിവരാണവർ. നബിമാർ, സുദീഖീങ്ങൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ. അള്ളാഹുവിൻ്റെ റസൂൽ അവരുടെ മുൻനിരയിലാണ്. എന്നാൽ പ്രവാചകനാണ് അവരെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ നിഷ്കപടമായ സ്നേഹം അനിവാര്യമായ ആൾ. 2, അള്ളാഹുവിൻ്റെ റസൂൽ അവരുടെ മുൻനിരയിലാണ്. അദ്ദേഹത്തോടുള്ള സ്നേഹം സ്വന്തത്തോടും മക്കളോടും മാതാപിതാക്കളോടും മുഴുവൻ ജനങ്ങളോടുമുള്ള സ്നേഹത്തെക്കാൾ ആദരവാണ്. സ്വന്തം കുടുംബത്തെക്കാൾ ആരോട് സ്നേഹിക്കണം? പ്രവാചകനെ സ്നേഹിക്കണം. അതുകൊണ്ടാണ് ഈ പ്രവാചകനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മുഹമ്മദ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ പോയി കയ്യും കാലും വെട്ടുന്നതിൻ്റെ കാര്യം അത് തന്നെയാണ്. സ്വന്തം കുടുംബത്തെക്കാളും സ്വന്തം അമ്മയെക്കാളും അച്ഛനേക്കാളും സ്നേഹിക്കപ്പെടേണ്ട വ്യക്തിയാണ് ഈ പറയുന്ന പ്രവാചകൻ. പിന്നീട് അവിടുത്തെ ഭാര്യമാരായ ഉമ്മഹാത്തുൽ മോമിനീൻ, പ്രവാചകൻ്റെ ഭാര്യമാരെയും സ്നേഹിക്കണം. നബി കുടുംബം, ആദരണീയ സ്വഹാബികൾ, റാഷിദീങ്ങൾ, സ്വർഗം കൊണ്ട് സുവിശേഷമറിയിക്കപ്പെട്ട 10 പേർ, മുജാഹിറുകൾ, അൻസാരികൾ, ബദരീങ്ങൾ, ബൈത്തുൽ, ഇങ്ങനെയുള്ള ആളുകളെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. ഈ ഉമ്മത്തിലെ സത്യന്താരായ പൂർവികർ 4 മദ്ഹബിൻ്റെ, ഇതൊന്നും നമുക്ക് ബാധമല്ല. ഈ എന്തായാലും മുസ്ലിങ്ങൾക്കിടയിലെ ബഹുമാനിക്കപ്പെട്ട ആൾക്കാരെയാണ് ആദ്യം നമ്മൾ മനസ്സറിഞ്ഞ് സ്നേഹിക്കേണ്ടത്. അവരുടെ ശേഷം വന്നവർക്കും അവർ പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും സത്യവിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള, നേരത്തെ പറഞ്ഞ അതേ വാക്കാട്ടോ, മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ പുറത്തു തരണമേ, അതേ വാക്കാണ്. അതായത് ഞാനാവുന്ന വിശ്വാസിക്കും, എൻ്റെ മുമ്പേ കടന്നു പോയ വിശ്വാസിക്കും മാത്രം നീ പുറത്തു കൊടുക്കണം. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ ഒരു വിദ്വേഷം ഉണ്ടാക്കരുതേ. എന്ത് നല്ല പ്രാർത്ഥനയാണ്. അതായത് മുസ്ലിം മതം സ്വീകരിച്ചു വരുന്ന ഒരാളോട് ഒരു വിഷമവും ഞങ്ങളിൽ ഉണ്ടാക്കാൻ പാടില്ല പ്രാർത്ഥനയാണ്. അവനെ ഞങ്ങൾ സ്നേഹിക്കാൻ, അവനെ ഒരു വിദ്വേഷം ഉണ്ടാക്കരുതേ അവൻ്റെ അടുത്ത്. ഞങ്ങൾക്ക് നല്ല കാര്യം.
ഞങ്ങളുടെ രക്ഷിതാവെ തീർച്ചയായും നീ ഏറെ ദയയുള്ളവരും കരുണാതിഥിയോ പ്രാർത്ഥനയാണ് പറഞ്ഞത്. അതായത് ഒരു ഇസ്ലാമായിട്ട് വരുന്നവരോട് വേറെ ഒരു മോശം കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ പോലും തോന്നിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, ഈ മതത്തിലേക്ക് വരുന്നവരെയും അതേപോലെ സ്നേഹിക്കണം. മറ്റുള്ളവരെ പോലെയല്ല, പ്രവാചകരെക്കാൾ കുറച്ച് ഡിഗ്രി കുറഞ്ഞിട്ടാണെങ്കിൽ ശരി സ്വന്തം ആൾക്കാരെ മാക്സിമം സ്നേഹിക്കണം. സ്വഹാബികളോടും സലഫുകളോടും അണുമണി തൂക്കം ഈമാനുള്ളവർ ഹൃദയ വിദ്വേഷം പേറി നടക്കില്ല. അവരോട് വിദ്വേഷവും പകയും വെച്ച് നടക്കുന്നവർ റാഫിദികളെ പോലുള്ള ഖവാജികളെ പോലുള്ള കപടരും വഴിതെറ്റിയവരും ഇസ്ലാമിൻ്റെ ശത്രുക്കളും മാത്രമാണ്. അള്ളാഹുവെ നിൻ്റെ കാവൽ. ഈ ജബ്ബാർ മാഷ് അതല്ലെങ്കിൽ ആ കൂട്ടത്തിൽപ്പെടുന്ന മുസ്ലിംസൊക്കെ ഈ പറയുന്ന കപടരും വഴിതെറ്റിയവരുമാണ്. അവരോട് യാതൊരു സ്നേഹം കാണിക്കരുത്. അതുകൊണ്ടാണല്ലോ ഈ ജബ്ബാർ മാഷിനെയും അതേപോലെ ലിയാഖത്തിലിനെയും ഒക്കെ എടുത്തിട്ട് മായും പൂവും പറഞ്ഞ് ഇങ്ങനെ സത്യവിശ്വാസികൾ നിരന്തരം ഫോൺ ചെയ്യുന്നത് നമ്മൾ കേൾക്കാറില്ലേ. അവരോട് ഭയങ്കര വൈരാഗ്യമാണ്. അതായത് അവിശ്വാസികളോട് ഉള്ളതിൻ്റെ ഒരു ഇരട്ടി വൈരാഗ്യമാണ് സ്വന്തം മതത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരോട്. ഒന്നാമത്തെ വിഷയം പറഞ്ഞാൽ ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്, അത് കഴിഞ്ഞ് സ്നേഹിക്കേണ്ടത് ആരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത് വിരോധവും വിദ്വേഷവും അനിവാര്യമാക്കുന്നവർ. വിരോധം വേണ്ടുന്ന കുറച്ച് ആൾക്കാരുടെ വിദ്വേഷവും ലോകത്തൊരു മതവും പറയാത്ത കാര്യമാണിത്. ചിലരെ വിദ്വേഷത്തോടുകൂടി നോക്കണം, അവരുടെ വിരോധത്തോടും നോക്കണം എന്ന് മറ്റു മതങ്ങളൊന്നും പറയുന്നില്ല. പക്ഷെ ഇവിടെ പറയുന്നുണ്ട്. അതാരൊക്കെയാണെന്ന് സൂക്ഷിക്കേണ്ടത്. അവിശ്വാസികളുടെ എന്ത് വേണം? വിരോധം വേണം. ഒരു കാഫിറിനോട് വിരോധം വേണം. ബഹുദൈവ ആരാധകരോട് വിരോധം വേണം. ഈ ക്രിസ്ത്യാനികളോട് വിരോധം വേണം. ഞാൻ പറയുന്നതല്ല കേട്ടോ. അവിശ്വാസികളോട് വിരോധവും വിദ്വേഷവും അനിവാര്യമാക്കപ്പെടുന്നവരാണ് നമ്മളൊക്കെ. ബഹുദൈവ വിശ്വാസികൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. അവിശ്വാസികൾ, ബഹുദൈവ വിശ്വാസികൾ, കപടവിശ്വാസികൾ, മതപരിത്യാഗികൾ, മുസ്ലിംസ്, രാമസിംഹൻ, ഇവരോടൊന്നും പുറത്തു കൊടുക്കാനേ പാടില്ല. അവരെ ഒരു രീതിയിലും സ്നേഹിക്കാൻ പാടില്ല. വിരോധവും വിദ്വേഷവും അനിവാര്യമാക്കപ്പെടുന്നവരാണ് അവർ. നിരീശ്വര തുടങ്ങിയ വിവിധ വർഗങ്ങളോട് തികഞ്ഞ വിദ്വേഷം വെച്ച് പുലർത്തേണ്ടതുണ്ട്. മനസ്സിലായല്ലോ? മുസ്ലിം സഹോദരന്മാരോടല്ലാതെ വിദ്വേഷം വെച്ച് പുലർത്തേണ്ട ആളുകൾ ആരൊക്കെയാണെന്നാണ് ഈ ഖണ്ഡിക പറയുന്നത്. അവിശ്വാസികൾ, ബഹുദൈവ വിശ്വാസികൾ, കപടവിശ്വാസികൾ, മതപരിത്യാഗികൾ, നിരീശ്വരവാദികൾ തുടങ്ങിയ വിവിധ വർഗങ്ങളോട് തികഞ്ഞ വിദ്വേഷം പുലർത്തേണ്ടതുണ്ട്. അള്ളാഹു പറയുന്നു, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു ജനത അള്ളാഹുവോടും അവൻ്റെ റസൂലിനോടും എതിർത്ത് നിൽക്കുന്നവരുമായി സ്നേഹം ബന്ധം പുലർത്തുന്നത് നീ കണ്ടെത്തുകയില്ല. അവർ അവരുടെ പിതാക്കന്മാരോ പുത്രന്മാരോ സഹോദരന്മാരോ ബന്ധുക്കളോ ആയിരുന്നാൽ പോലും. സൂറത്തുൽ മുജാദല 22. ഒന്നാലോചിച്ച് നോക്കൂ. എന്തുകൊണ്ടാണ് മുസ്ലിം സമൂഹത്തെ മറ്റുള്ളവർ വെറുക്കുന്നത്? ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഇന്ന് ലോകത്ത് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്നതാണ്. ഈ വലാവും ബറാങ്ങും ഒക്കെ ഗൂഗിൾ ചെയ്താൽ കിട്ടുന്നതാണ്. അതിലെഴുതി വച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ സാമാന്യ ബുദ്ധിയുള്ള ഒരു വ്യക്തി വായിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ വെറുക്കില്ലേ? മുസ്ലിങ്ങളെ വെറുക്കില്ലേ? വെറുക്കും. കാരണം അങ്ങനെ ഈ വാക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് പറയുന്നതല്ല. ഈ ഗ്രന്ഥത്തിൽ, ഒരു ഗ്രന്ഥത്തിൽ, മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ആരോടാണ് വിരോധം വെക്കേണ്ടത്, വിദ്വേഷം വെക്കേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്നതിൽ വ്യക്തമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അവിശ്വാസികൾ, ബഹുദൈവ വിശ്വാസികൾ, കപടവിശ്വാസികൾ, മതപരിത്യാഗികൾ, നിരീശ്വരവാദികൾ തുടങ്ങിയ വിവിധ വർഗങ്ങളോട് തികഞ്ഞ വിദ്വേഷം വെച്ച് പുലർത്തണം. അതിൻ്റെ ആയത്താണ് ഞാൻ പറഞ്ഞത്. മുജാദല 22, സൂറത്തുൽ മുജാദല 22. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു ജനത അള്ളാഹുവോടും
അവൻ്റെ റസൂലിനോട് എതിർത്ത് നിൽക്കുന്നവരുമായി സ്നേഹബന്ധം പുലർത്തുന്നത് നീ കണ്ടെത്തുകയില്ല. അവർ എതിർപ്പുകാർ, ഇൻ ബ്രാക്കറ്റിൽ എതിർപ്പുകാർ അവരുടെ പിതാക്കന്മാരോ പുത്രന്മാരോ സഹോദരന്മാരോ ബന്ധുക്കളായിരുന്നാൽ പോലും. അതവിടെയാണ് ഇസ്ലാം ഇപ്പോൾ സ്വന്തം അച്ഛനെപ്പോലും അല്ലെങ്കിൽ അമ്മയെപ്പോലും വെറുക്കാൻ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ഇപ്പം ഒരു വ്യക്തി ഇസ്ലാം മതം സ്വീകരിച്ചു. നേരത്തെ ഒരു ഡോക്ടർ പേര് പറഞ്ഞില്ലായിരുന്നു, ഡോക്ടർ ഇസ്ലാം മതം സ്വീകരിച്ചു. ആ നിമിഷം മുതൽ, ആ ഇസ്ലാം മതം സ്വീകരിക്കുന്നത് മുതൽ ആ പെൺകുട്ടിക്ക് സ്വന്തം അച്ഛനും അമ്മയും കാഫിറാണ്. ഒരു സ്നേഹബന്ധവും വെച്ച് പുലർത്താൻ പാടില്ല അവരോട്. നേരത്തെ പറഞ്ഞ പോലെ എതിർക്കപ്പെടേണ്ടവരാണ്, വെറുക്കപ്പെടേണ്ടവരാണ് എന്നുള്ളത് ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാണ് എന്നാണ് ഞാനിവിടെ പറയുന്നത്. ഞാൻ പറയുന്നതല്ല കേട്ടോ. ഇപ്പം ഞാനിവിടെ പറയുന്ന പറയാം, ഞാൻ പറഞ്ഞു, രാമസിംഹൻ പറഞ്ഞു, അല്ല, അവരുടെ ഗ്രന്ഥം പറയുന്നത്. ആ ഗ്രന്ഥം പറയുന്നതാണ് ഞാനിപ്പോൾ വായിച്ചത്. സ്വന്തം ബന്ധു, അതായത് എനിക്ക് എൻ്റെ പിതാവായാലും മാതാവായാലും അവർ ഹൈന്ദവരാണെങ്കിൽ അവരോട് യാതൊരുവിധ സ്നേഹവും വെച്ച് പുലർത്താൻ പാടില്ല. അവരെ വെറുക്കണം, അവരെ വെറുക്കണം. ബനു ഇസ്രായേൽ സന്തതികളെ അധിക്ഷേപിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, അടുത്ത വാചകമാണ്, ഇതിനെ സമർത്ഥിക്കുന്ന കാര്യങ്ങളാണിത്. അവരിലധികം പേരും സത്യനിഷേധികളെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്നത് നിനക്ക് കാണാം. സ്വന്തത്തിന് വേണ്ടി അവർ മുൻകൂട്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് വളരെ ചീത്ത തന്നെ. അങ്ങനെ സ്നേഹിക്കുന്നതിന് വളരെ ചീത്ത തന്നെ. അള്ളാഹു അവരുടെ നേരെ കോപിച്ചിരിക്കുന്നു എന്നത് ശിക്ഷയിൽ അവർ നിത്യവാസികളായിരിക്കുന്നതുമാണ്. സത്യനിഷേധികളെ ഉറ്റമിത്രങ്ങളായി സ്വീകരിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് പറയുന്നത്. ഞാൻ ഒരു മുസൽമാൻ ഒരു ഹൈന്ദവനെ ഉറ്റമിത്രമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ വളരെ ചീത്തയാണെന്നാണ് പറയുന്നത്. അള്ളാഹു അവരുടെ നേരെ കോപിച്ചിരിക്കുന്നു എന്നത് ശിക്ഷയിൽ അവർ നിത്യവാസികളായിരിക്കും. അതായത് അവർ നരകത്തിലായിരിക്കും. അവർ അള്ളാഹുവിലും പ്രവാചകനിലും അദ്ദേഹത്തെ അവതരിപ്പിക്കുന്ന വിശ്വസിച്ചിരുന്നെങ്കിൽ അവരെ അവിശ്വാസികളെ ഉറ്റമിത്രമായി സ്വീകരിക്കുമായിരുന്നില്ല. പക്ഷെ അവരിൽ അധിക പേരും ധിക്കാരികളാവുന്നു. അവരിലധികം പേരും സത്യനിഷേധികളെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്നതിന് കാണാം. സ്വന്തത്തിന് വേണ്ടി അവർ മുൻകൂട്ടി ഒരിക്കലും, അതായത് ഹൈന്ദവർ തമ്മിൽ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ അവർക്ക് നരകമുള്ള ആൾക്കാരോ, അവർ പ്രശ്നമില്ല. വിശ്വാസി ഒരിക്കലും ഈ അവിശ്വാസിയെ മിത്രമായി സ്വീകരിക്കാൻ പാടില്ല. അപ്പം നമ്മുടെ അടുത്ത് കാണിക്കുന്നത് തക്കിയാണ്. ഈ വിവരങ്ങൾ പഠിച്ച ഒരു മുസ്ലിം മറ്റുള്ളവരോട് കാണിക്കുന്നത് തക്കിയാണ്. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് പറയുന്നതല്ല, ഇതിൽ പറയുന്നതാണ്. അതിൽ മൂന്നാമത്തെ വാക്ക്, മൂന്നാമത്തെ പാരഗ്രാഫ്, ഒരു നിലയ്ക്ക് സ്നേഹവും മറ്റൊരു നിലയ്ക്ക് വിരോധവും അനിവാര്യമാക്കുന്നവർ, കാപട്യമായിട്ട് സ്നേഹിക്കപ്പെടേണ്ടവർ. ഒരു നിലയ്ക്ക് സ്നേഹവും മറ്റൊരു നിലയ്ക്ക് വിരോധവും, ഒരു നാണയത്തിന് രണ്ട് വശത്തേക്ക് വരികയാണ്. രസകരമായ കാര്യമാണ് നമ്മൾ പറയുന്നത്. വിശ്വാസികളിൽപ്പെട്ട പാപികൾ എത്രയവർ, വിശ്വാസമുള്ളതിനാൽ അവർ സ്നേഹിക്കപ്പെടണം. കുഫറിൻ്റെയും ശിർക്കിൻ്റെയും പരിധിയിലെത്താത്ത പാപം ചെയ്യുന്നതിനാൽ അവരോട് ദേഷ്യം വെച്ച് പുലർത്തുകയും ചെയ്യണം. അവരുടെ സ്നേഹം അവരെ ഗുണദോഷിക്കുക, എതിർക്കുക എന്നിവയാണ് താല്പര്യപ്പെടുന്നത്. അവരുടെ തെറ്റുകൾക്ക് നേരെ മൗനം ദീക്ഷിക്കാവുന്നതല്ല. പ്രത്യുത അവരെ എതിർക്കുകയും നന്മ കൽപ്പിക്കുകയും തിന്മ അവരോധിക്കുകയും വേണം. ഇസ്ലാമിക ശിക്ഷാ നടപടികളും അവർ നടപ്പാക്കണം. അവർ തെറ്റിൽ നിന്ന് വിരമിക്കുകയും തൗബ ചെയ്യുകയും ചെയ്യുന്നത് വരെ അവരോട് തീർത്തും വിരോധവും വിരക്തിയും പാടുള്ളതല്ല. അത്തരം നടപടികൾ ഖവാരിജികൾ പറയുന്നത് ശിർക്കിന് താഴെയുള്ള പാപങ്ങൾ ചെയ്തവരെല്ലാം കാഫിറുകളാണ്. അതിനാൽ കാഫിറിനുള്ള വിധിയാണ് വൻ പാപിക്കുമുള്ളത് എന്ന വിശ്വാസമാണ് അവർക്കുള്ളത്. അതായത് വിശ്വാസികളിൽപ്പെട്ട പാപികൾ അത്ര അവർ, ഒരു നിലയ്ക്ക് സ്നേഹവും മറ്റു നിലയ്ക്ക് വിരോധവും അനിവാര്യമാകുന്നു. അതായത് സ്വന്തം കൂട്ടത്തിൽ ഇത് തെറ്റ് ചെയ്താൽ അവരോട് സ്നേഹം വെച്ച് കൊടുക്കണം, എന്നാൽ അവരെ തിരുത്തി കൊണ്ടുവരണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. വെറും സ്നേഹവും നിഷ്കളങ്കമായ ആദരവും അവർക്കില്ല.
മുർജിയാക്കൾ പറയുന്നത് പോലെ. കാരണം മുർജിയാക്കൾ പാപം ചെയ്താലും വിശ്വാസിയാണെങ്കിൽ തെറ്റില്ല എന്ന വാദക്കാരാണ്. രണ്ടിൻ്റെയും മധ്യത്തിൽ അസൗകര്യം ഇവർ തമ്മിലുള്ള പ്രശ്നമാണ്. ചിലർ പാപം ചെയ്താൽ അവരെ കാഫിറായിട്ട് കൂട്ടണം എന്നും, അതല്ല തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരണം എന്നൊക്കെ പറയുന്ന രീതിയിലാണ്. ചെറിയ തെറ്റുകളൊക്കെ ചെയ്താൽ പുറത്ത് കൊടുത്ത് ഉപദേശിച്ച് നന്നാക്കാം. അള്ളാഹുവിൻ്റെ മാർഗത്തെ സ്നേഹിക്കലും അതിനുവേണ്ടി വെറുക്കലും അത് സ്വന്തം വിശ്വാസികളുടെ കാര്യത്തിലാണ് പറയുന്നത്. ഇപ്പോൾ ഒരു മുസൽമാനായിട്ട് നിൽക്കുന്ന ആൾ ഒന്ന് കള്ളു കുടിച്ചു, അതല്ലേ പെണ്ണ് പിടിച്ചു, തെറ്റ് ചെയ്തു, അവന് ഉടനെ പുറന്തള്ളണ്ട, അവനെ ശിക്ഷിക്കാം, ഈ ശരീരത്തെ പ്രകാരമുള്ള ശിക്ഷ കൊടുക്കാം, എന്നിട്ട് അവനെ കൂട്ടിപ്പിടിക്കണം. അതിനെ സംബന്ധിച്ച് കുറേ അള്ളാഹു പറഞ്ഞ് എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത പുലർത്തിയാൽ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരുന്നു. അതായത് സ്വന്തം ആളോട് ശത്രുത പുലർത്തി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സ്വന്തം ആൾ തെറ്റ് ചെയ്താൽ അതിന് സാമാന്യ ശിക്ഷ കൊടുക്കുക, തിരിച്ച് അയാളെ കൊണ്ടുവരിക. എൻ്റെ സഹാബികളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക. നിങ്ങളുടെ കുറ്റാരോപണങ്ങളെ ലക്ഷ്യമായി നിങ്ങൾ അവരെ സ്വീകരിക്കരുത്. ആരെങ്കിലും അവരെ ഉപദ്രവിച്ചാൽ അവർ എന്നെ ഉപദ്രവിച്ചു, ആരെങ്കിലും എന്നെ ഉപദ്രവിച്ചാൽ അവർ അള്ളാഹുവെ ഉപദ്രവിച്ചു, ആരെങ്കിലും അള്ളാഹുവെ ഉപദ്രവിച്ചാൽ അള്ളാഹു അവൻ്റെ ശിക്ഷ കൊണ്ട് അവനെ പിടികൂടും. സ്വന്തം എൻ്റെ സ്വാഭികളുടെ നമ്മുടെ ആളുകളുടെ കാര്യത്തിൽ സൂക്ഷിക്കുക. അവരെ നിങ്ങളുടെ കുറ്റാപരാധങ്ങളുടെ ലക്ഷ്യമായി നിങ്ങളവരെ സ്വീകരിക്കരുത്. ആരെങ്കിലും അവരെ ഉപദ്രവിച്ചാൽ അവർ എന്നെ ഉപദ്രവിച്ചു, അങ്ങനെയുള്ള ആൾക്കാർ ഉപദ്രവിക്കരുതെന്നാണ് പറയുന്നത്. എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചില പിഴച്ച കക്ഷികൾക്ക് സ്വാഭികളുടെ അധിക്ഷേപിക്കലും ചീത്ത വിളിക്കലും മതവും ദർശനമായി മാറിയിരിക്കുന്നു. ചില ജബ്ബാർ മാഷൊക്കെയാണ് അതിൻ്റെ ആൾക്കാർ. ചില പിഴച്ച കക്ഷികൾക്ക് സഹാബികളെ അധിക്ഷേപിക്കലും ചീത്ത വിളിക്കലും മത ദർശനമായി മാറിയിരിക്കുന്നു. അള്ളാഹു നിൻ്റെ കോപത്തിൽ നിന്നും വേദനയിൽ നിന്നും ശിക്ഷയിൽ നിന്നും നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ആലോചിച്ച് നോക്കൂ. ഇത് വല്ലാത്ത അവസ്ഥയാണ്. നമ്മൾ ഇതിൽ കുറച്ചുകൂടി വിശാലമായിട്ട് പോയി കഴിയുമ്പോൾ പല കാര്യങ്ങളും രസകരമായിട്ട് നമുക്ക് തോന്നും. ഈ വിശ്വാസികൾ തമ്മിൽ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിശ്വാസികൾ തമ്മിൽ പരസ്പരം ഒരുമിച്ച് നിൽക്കണം. ആ ഒരുമിച്ച് നിൽക്കലാണ് അവരെ, അത് ലോകത്ത് നിങ്ങൾ എവിടെ നോക്കിക്കോളൂ, മുസ്ലിം സമുദായം ഒരുമിച്ച് നിൽക്കും. അതിനി ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അവരൊറ്റക്കെട്ടായി നിൽക്കും. അത് സുന്നികളാണെങ്കിലും ഷിയാക്കളാണെങ്കിലും ജമാഅത്ത് ഇസ്ലാമിക്കാരാണെങ്കിലും ആരായാലും ശരി, പരസ്പര ശത്രുതയുള്ള വിഭാഗം പോലും അവർക്കൊരു ഇഷ്യൂ വന്നാൽ അവർ ഒരുമിച്ച് നിൽക്കും. അവർ ഒരുമിച്ച് നിന്ന് അവരുടെ ശത്രുക്കളോട് പോരാടും. അത് പോരാടിക്കഴിഞ്ഞ് ശത്രുക്കളെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ പരസ്പരം പോരാടും. അപ്പോൾ ഇതിൽ ഈ വലാവും ബറാവിലും വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ തോന്നും. ആ വിഷയങ്ങൾ നമ്മൾ എങ്ങനെ ആണ്, നേരത്തെ നമ്മൾ പറഞ്ഞു, ഒന്ന് ഒരു മുസൽമാൻ്റെ ധർമ്മത്തിൽ അവൻ ഹിന്ദുവിൻ്റെ വേഷങ്ങൾ പോലും അണിയാൻ പാടില്ല. ഹിന്ദുവിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രസാദമോ അതല്ലെങ്കിൽ ഒരു ശർക്കര പോലും കഴിക്കാൻ പാടില്ല. അവർ കുറി തൊടുന്നത് പോലെ കുറി തൊടാൻ പാടില്ല. അവരുടെ വിശ്വാസങ്ങൾ പ്രകാരമുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല. അതേപോലെ വിശ്വാസങ്ങളെ ബലി നൽകിക്കൊണ്ട് ഹൈന്ദവർക്കിടയിലോ യഹൂദികൾക്കിടയിലോ ജീവിക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന ആധുനിക ജീവിതത്തിൽ
നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ വിശ്വാസികളല്ലാത്ത ഒരു രാജ്യത്തേക്ക് യാത്ര പോകാനും പാടില്ല എന്ന് അവർ പറയുന്നു. ഇനി അതേപോലെ തന്നെയാണ് മുസ്ലിങ്ങൾക്കിടയിൽ ശത്രുക്കളെ സഹായിക്കുക, മുസ്ലിങ്ങൾക്കെതിരിൽ ശത്രുക്കളെ സഹായിക്കുക. അങ്ങനെ മുസ്ലിങ്ങൾക്കെതിരായിട്ട് ശത്രുക്കളെ സഹായിച്ചു കഴിഞ്ഞാൽ ദീനിൽ നിന്ന് പുറത്താക്കണം എന്നാണ്. ഇപ്പം ഇസ്രായേലിനെ നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ നമ്മളെ പുറത്താക്കണം, ഇസ്ലാം പറയുന്നതാണ്. അതുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ അടുത്ത് ഒരു തെറ്റുമില്ല എന്നറിഞ്ഞിട്ടും അവർ യഹൂദികളായതുകൊണ്ട് അവരെ വെറുക്കുകയും തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്, മനസ്സ് അങ്ങോട്ട് പോകുന്നത്. അവർ ചെയ്തത് ശരിയാണെങ്കിൽ പോലും അത് ഇസ്ലാമിനെതിരായിട്ട് ആണ് എന്നുള്ളൊരു തോന്നലാണ് ഈ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സഹായിക്കുന്ന ഇന്ത്യൻ ഭരണകൂടത്തോട് അവർക്ക് അറപ്പും വെറുപ്പുമാണ്. അതേപോലെ മുസ്ലിങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരായും കാവൽക്കാരായും മറ്റും അവരോട് സഹായം തേടും. മുസ്ലിങ്ങളുടെ കാര്യങ്ങളിൽ രഹസ്യം, കാരണം അവരോട് ഒരു രഹസ്യം പറയാൻ പാടില്ല. അവരുടെ സഹായം, ഈ മറ്റ് അവിശ്വാസികളുടെ സഹായം സ്വീകരിക്കാൻ പാടില്ല. അതേപോലെ ഇതിൽ മറ്റൊരു കാര്യം പറയുന്നത്, നിങ്ങളൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തെ പട്ടാളത്തിൽ ചേരണം, പോലീസിൽ ചേരണം, എന്നിട്ട് ആ വിദ്യകളൊക്കെ പഠിച്ചെടുക്കണം. എന്നിട്ട് അവസരം വരുമ്പോൾ അത് തൻ്റെ മതത്തിന് വേണ്ടി ഉപയോഗിക്കണം. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ആൾ ഒരു മുസൽമാൻ്റെ ധർമ്മത്തിൽപ്പെട്ടതാണ്, പട്ടാളത്തിൽ ചേരുക, പട്ടാളത്തിൽ എങ്ങനെയാണ് യുദ്ധം ചെയ്യുക പഠിക്കുക, അതുപോലെ ഡോക്ടറാവുക, ഇതൊക്കെ എന്നിട്ട് സ്വസമുദായത്തിന് വേണ്ടി പ്രയോഗിക്കണം. പിന്നീട് ഒരു യുദ്ധം വരികയാണെങ്കിലോ ആ യുദ്ധമുഖത്ത് ഇസ്ലാമും മറ്റുള്ളവരും തമ്മിൽ യുദ്ധം വരികയാണെങ്കിൽ ഇസ്ലാമിൻ്റെ പക്ഷത്തു നിന്ന് യുദ്ധം ചെയ്യാൻ ഇത്തരം ഘടകങ്ങൾ സഹായിക്കുമല്ലോ. നബി ബദറിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഒരു മുശ്രിക്കിൽപ്പെട്ട ഒരു വ്യക്തി പ്രവാചകനെ അനുഗമിച്ചു. ഫറയിൽ വെച്ച് അയാൾ പ്രവാചകനെ കണ്ടുമുട്ടി. അയാൾ പറഞ്ഞു, താങ്കളെ അനുഗമിക്കാനും താങ്കളോടൊപ്പം യുദ്ധത്തിൽ പങ്കുചേരാനും ഞാൻ ഉദ്ദേശിക്കുന്നു. നബി ചോദിച്ചു, നിങ്ങൾ അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ റസൂലും വിശ്വസിക്കുന്നുണ്ടോ? അയാൾ പറഞ്ഞു, ഇല്ല. നബി പറഞ്ഞു, താങ്കൾക്ക് മടങ്ങാം, ഞാനൊരു മുശ്രിക്കിനെ കൊണ്ട് സഹായം തേടില്ല. മനസ്സിലായല്ലോ? ഇസ്ലാമിൻ്റെ ഒരു പ്രശ്നത്തിൽ യുദ്ധം ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു ഇസ്ലാമോട് യുദ്ധം ചെയ്യുമ്പം അവിടെ ഒരു സഹായം പോലും, അവിശ്വാസിയുടെ ഒരു സഹായം പോലും സ്വീകരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ പറയുന്നത്, പലപ്പോഴും അന്യ വീട്ടിലെ വെളിച്ചം പോലും നീ സ്വന്തമായിട്ട് അവിടുന്ന് വരുന്ന വെളിച്ചം പോലും നിനക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. കാഫറിൻ്റെ വെളിച്ചം പോലും നിനക്ക് നിഷിദ്ധമാണെന്ന് പല വാഗ്മികളും ഈ നവ മീഡിയകളിൽ പറയുന്നതിൻ്റെ രഹസ്യവും ഇതാണ്. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ, അവിശ്വാസികളുടെ ഉത്സവങ്ങൾ പങ്കെടുക്കാൻ പാടില്ല. അവിശ്വാസികൾ ചേർന്ന് അവരുടെ നൃത്ത വിശ്വാസങ്ങൾ, വഴിപിടിച്ച ആദർശങ്ങൾ നോക്കാതെ അവരുടെ സംസ്കാരത്തിലും അവരുടെ നാഗരികതയിലും നമ്മൾ മുൻകൂട്ടി പറഞ്ഞാണ് അത്ഭുതം കൂടാൻ പാടില്ല. ഒന്ന് പറഞ്ഞ ഈ മതത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ ഒഴികെ മറ്റൊരു സന്തോഷത്തിലും മറ്റൊരു ജനതയുടെ വിശ്വാസ പ്രമാണം നടക്കുന്ന ആഘോഷത്തിലും ഒന്നും പങ്കുചേരാൻ പാടില്ല. സാമൂഹിക ഒരു ജീവിതം ഇവർ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതിന് കൃത്യമായിട്ട് വ്യവസായം പഠിക്കൽ, അനുവദനീയ സാമ്പത്തിക സ്രോതസ്സുകൾ അഭ്യസിക്കൽ, സൈനിക പരിശീലനം തുടങ്ങിയ ശക്തിഹേതുക്കൾ മുസ്ലിങ്ങൾ സ്വീകരിക്കേണ്ട എന്നത് ഇതിനർത്ഥമില്ല. അത് ദീനിൽ താല്പര്യമുള്ള വിഷയമാണ്. അള്ളാഹു പറയുന്നു, അവരെ നേരിടാൻ വേണ്ടി നിങ്ങളുടെ കഴിവിൽപ്പെട്ട എല്ലാ ശക്തിയും നിങ്ങൾ ഒരുക്കുക. സൂറ അൽഫാൻ 60.
ഭൂമിയുടെ പരപ്പിലുള്ള അനുഭവങ്ങളും പ്രാപഞ്ചിക രഹസ്യങ്ങളും യഥാർത്ഥത്തിൽ അവ മുസ്ലിങ്ങൾക്കുള്ളതാണ്. ഒന്നാലോചിച്ച് നോക്കൂ. വ്യവസായം പഠിക്കാൻ വേണ്ടി നിങ്ങൾ എക്കണോമിക്സ് പഠിക്കണം, നിങ്ങൾ കൊമേഴ്സ് പഠിക്കണം, നിങ്ങൾ സാമ്പത്തിക സ്രോതസ്സുകൾ അഭ്യസിക്കണം, എങ്ങനെ ബിസിനസ് ചെയ്യുന്നത് പഠിക്കണം, സൈനിക പരിശീലനങ്ങൾ അത് ചെയ്യണം, തുടങ്ങി ശക്തിഹേതുക്കളായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യണം. അത് താല്പര്യമുണ്ട്. കാരണം എന്താണ്? അവരെ നേരിടാൻ വേണ്ടി നിങ്ങളുടെ കഴിവിൽപ്പെട്ട എല്ലാ ശക്തിയും നിങ്ങൾ ഒരുക്കുക. അതിനുവേണ്ടി കാഫ്രീറ്റുകളുടെ അടുത്ത് പോയി ബോംബുണ്ടാക്കാൻ പഠിക്കാം, കാഫ്രീറ്റുകളുടെ അടുത്ത് പോയിട്ട് ബിസിനസ് ചെയ്യാൻ പഠിക്കാം, കാഫ്രീറ്റുകളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് എന്ത് പഠിക്കാം? ഡോക്ടറാവാം, അല്ലെങ്കിൽ വൈദ്യം പഠിക്കാം. അങ്ങനെ ഈ സമുദായത്തിന് വേണ്ടി സ്വരുക്കൂട്ടാവുന്ന അറിവുകൾ നിങ്ങൾക്ക് അന്യരുടെ അടുത്ത് പോയി പഠിക്കാം. ഇത് കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പറയുക, അള്ളാഹു അവൻ്റെ ദാസന്മാർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിച്ചുള്ള അലങ്കാര വസ്തുക്കളും വിശിഷ്ട ആഹാര പദാർത്ഥങ്ങളും നിഷിദ്ധമാക്കിയത് ആരാണ്? പറയുക, അവ ഐഹിക ജീവിതത്തിൽ സത്യവിശ്വാസികൾക്ക് അവകാശപ്പെട്ടതാണ്, ഉയർന്ന അവർക്ക് മാത്രമുള്ളതാകുന്നു. ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും മുസ്ലിമിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് അവ ഐഹിക ജീവിതത്തിൽ സത്യവിശ്വാസികൾക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഭൂമിയിലെ എല്ലാ പ്രോഡക്റ്റും അവർക്ക് അവകാശപ്പെട്ടതാണ്. കപടവിശ്വാസിനികളും സത്യവിശ്വാസികളോട് ഇങ്ങനെ പറയുന്ന ദിവസം ഓർക്കുക, നിങ്ങൾ ഞങ്ങളെ നോക്കണേ, നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് ഞങ്ങൾ പകർത്തിയെടുക്കട്ടെ. അപ്പോൾ അവരോട് പറയപ്പെടും, നിങ്ങൾ നിങ്ങളുടെ പിൻഭാഗത്തേക്ക് തന്നെ മടങ്ങിപ്പോയിക്കൊള്ളുക, എന്നിട്ട് പ്രകാശം അന്വേഷിച്ചു കൊള്ളുക. അവർക്കിടയിൽ ഒരു മതിൽ കൊണ്ട് മറയുണ്ടാക്കപ്പെടുന്നതാണ്. അതിൽ ഒരു വാതിലൂടെ ആയിരിക്കും അതിൻ്റെ ഉൾഭാഗത്ത് കാര്യങ്ങൾ, അതിൻ്റെ പുറത്താകട്ടെ ശിക്ഷയും. അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ ഈ കപടവിശ്വാസികളെയും കപടവിശ്വാസികളൊക്കെ പുറത്താക്കുക തന്നെ ചെയ്യും. ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം തൻ്റെ വകയായി അവൻ അധീനപ്പെടുത്തി തരികയും ചെയ്തിരിക്കുന്നു. എല്ലാം ആർക്കുള്ളതാണ്? ഈ വിശ്വാസിക്കുള്ളതാണ്. അവനാണ് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിലുള്ളതെല്ലാം സൃഷ്ടിച്ചത്. പ്രസ്തുത അനുഭവങ്ങളും കഴിവുകളും മുതലെടുക്കുവാൻ മുസ്ലിങ്ങൾ മുന്നേറേണ്ടതുണ്ട്. കൃത്യമായിട്ട് പറയുന്നത്, ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാ ശാസ്ത്രബോധവും അതല്ലെങ്കിൽ ഈ പറയുന്ന ആയുധങ്ങളുമൊക്കെ തന്നെയും അത് പഠിച്ചെടുക്കാനും പ്രസ്തുത അനുഭവങ്ങളും കഴിവുകളും മുതലെടുക്കുവാൻ മുസ്ലിങ്ങൾ മുന്നേറേണ്ടതുണ്ട്. അത് അനിവാര്യമാണ്. അവ കണ്ടുപിടിക്കാൻ അമുസ്ലിങ്ങളെ അവലംബിക്കേണ്ടതിന് പകരം മുസ്ലിങ്ങൾ തന്നെ ഉൽപ്പാദന കേന്ദ്രങ്ങളും സാങ്കേതിക വിവര മേഖലകളും ഉണ്ടാക്കേണ്ടതുണ്ട്. എന്നാലും എല്ലാം പഠിച്ചെടുത്ത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കണമെന്നാണ്. ചില മുസ്ലിങ്ങൾ തങ്ങളുടെ മക്കൾക്ക് അന്യനാമങ്ങൾ നൽകുകയും തങ്ങളുടെ മാതാപിതാക്കൾ പൂർവ്വം സ്വീകരിച്ചിരുന്ന സമൂഹത്തിലെ അറിയപ്പെട്ട നാമങ്ങൾ വർജിക്കുകയും ചെയ്തിരിക്കുന്നു. പേരിടുന്നതിൽ പോലും പ്രശ്നമുണ്ട്. നാമങ്ങളിൽ ഏറ്റവും നല്ലത് അബ്ദുള്ളയും അബ്ദുറഹ്മാനുമാണ്, അല്ലെങ്കിൽ ഇൻ ബ്രാക്കറ്റ് അഹമ്മദ്. ഇന്നൊരു തലമുറ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അവർക്ക് ചില വിചിത്ര നാമങ്ങൾ സ്വീകരിക്കുകയും നിങ്ങളുടെ തലമുറ ഒരു പേരിടുന്നതിന് പോലും ഇസ്ലാമിക പേരില്ലാത്ത പേരിടാൻ പാടില്ല. അള്ളാഹു പ്രസ്തുകാരം നിശ്ചിതമാക്കിക്കൊണ്ട് പറഞ്ഞു, അത് ബഹുദൈവ വിശ്വാസികൾ ജ്വലിക്കുന്ന നരകാഗ്നിയുടെ അവകാശികളാണെന്ന് തങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞ ശേഷവും അവർക്ക് വേണ്ടി പാപമോചനം നേടുവാൻ അവർ അടുത്ത ബന്ധുക്കളായാൽ പോലും പ്രവാചകനും സത്യവിശ്വാസികൾ പാടില്ല. എന്നാലോചിക്കൂ, പ്രവാചകനും സത്യവിശ്വാസികൾക്കും പാടുള്ളതല്ല. കാഫിരിറ്റിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ശിക്ഷ കിട്ടുന്ന കാര്യമാണ്. കാരണം അവർക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും കാരുണ്യത്തിനുമുള്ള തേട്ടവും അവർ നിലകൊള്ളുന്ന പിഴച്ച ആദർശങ്ങളെ ശരിപ്പെടുത്തലും ആദർശത്രുക്കളെ സ്നേഹിക്കലുമാണ്. അതായത് ഒരു ഹിന്ദുവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവൻ്റെ വിശ്വാസങ്ങളെ നീ അംഗീകരിക്കുകയല്ലേ. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവിശ്വാസികൾ താമസിക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ മാതിരി വിദേശത്തേക്ക് പോകേണ്ടി വരിക, തങ്ങളുടേതായ കൂട്ടായ്മ ഉണ്ടാക്കി അവിടെ താമസിക്കേണ്ടി വരിക. ഇതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഏകദേശം. ഇസ്ലാമിൻ്റെ വഴി ഇതാണ്, മുസ്ലിങ്ങളുടെ വഴി അതാണ്. ഇപ്പോൾ ഇതൊന്നും അറിയാത്ത സാധാരണ മുസ്ലിങ്ങളുണ്ട്. അവർ പറയും ഇസ്ലാമിൽ അങ്ങനെയൊന്നും ഇല്ല കാര്യങ്ങൾ. പക്ഷേ ഇസ്ലാമിൽ അങ്ങനെയുണ്ട് എന്നുള്ളതാണ് ഈ പ്രത്യേകിച്ച് വലാവും ബറാവും എന്ന് പറഞ്ഞ്
ഇതിനെ വേർതിരിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത് മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ തങ്ങളുടെ വിശ്വാസം മാത്രമായിട്ട് ജീവിക്കുക, അന്യരെയൊക്കെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ അടിസ്ഥാന പ്രമാണമാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും, മുസ്ലിങ്ങൾ ഞങ്ങളെ വളരെയധികം കെയർ ചെയ്യുന്നില്ലേ, സ്നേഹിക്കുന്നില്ലേ എന്ന്. പക്ഷേ ഇത് പറയുന്നു, അത് കാപട്യമാണെന്ന് പറയുന്നു. ആ സ്നേഹം കാപട്യമാണെന്ന് പറയുന്നു. അവർക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പാടില്ല എന്നുള്ളതാണ് മതത്തിൻ്റെ അടിസ്ഥാന തത്വം. ആ മതത്തിൽ പറഞ്ഞിരിക്കുന്നത് വിശ്വാസികളല്ലാതെ ഒരാളെയും സ്നേഹിക്കാൻ പാടില്ല എന്നുള്ളതാണ്. രാമസിംഹൻ പറയുന്നതല്ല, ആ മതം പറയുന്നതാണ്. അതിനനുസരിച്ച് അവരുണ്ടാക്കിയ ഈ വലാവും ബറാവും എന്ന് പറയുന്ന ഗ്രന്ഥങ്ങൾ, ഈ പറയുന്ന അമിത വിശ്വാസികൾ, മദ്രസയിൽ പോകാത്തവർ ഇഷ്ടംപോലുണ്ട്, അതല്ലാത്ത ഇടങ്ങളിൽ ഇങ്ങനെ പതിയെ മുസ്ലിങ്ങളെ മുഴുവനും ഇതിൻ്റെ അടിസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന്, നിൻ്റെ വിശ്വാസത്തിൽ നിന്ന് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല, നിൻ്റെ നെയ്ച്ചോറ് കാഫ്രീറ്റിങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല, കാഫ്രീറ്റിങ്ങളുടെ സദ്യ നീ എടുക്കാൻ പാടില്ല എന്ന തരത്തിൽ ഇതിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇല്ലാതാക്കുന്നതാണ് ആ മതം. ആ മതം ശരിപ്പെടണമെങ്കിൽ ഈ മതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില വിഷയങ്ങൾ മാറ്റപ്പെടണം. അത് മാറ്റാൻ അവർ തയ്യാറുമല്ല. ഇപ്പോൾ ഹൈന്ദവരാണെങ്കിലും ശരി, ക്രിസ്ത്യാനികളാണെങ്കിലും ശരി, കാലോചിതമായിട്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാമൂഹിക അവസ്ഥയ്ക്ക് വിഘാതം നിൽക്കുന്ന, സ്വാതന്ത്ര്യത്തിന് വിഘാതം നിൽക്കുന്ന എല്ലാവിധ അംശങ്ങളും അതിൽ നിന്ന് പുറന്തള്ളിയിട്ട് ചെത്തി മിനുക്കി എടുക്കുന്നതാണ്. ഇപ്പം ഇന്ന് ഓൾഡ് ടെസ്റ്റമണി പഠിപ്പിക്കുന്നില്ല ക്രിസ്ത്യാനികൾ. അതുകൊണ്ടാണ് ബൈബിളിന് പുതിയ നിയമം എന്നുള്ളൊരു ഭാഗം ഉണ്ടാക്കിയത്. ഇന്ന് സതി അനുഷ്ഠിക്കപ്പെടുന്നില്ല. പല ദുരാചാരങ്ങളും ഈ ഹൈന്ദവ മതത്തിൽ നിന്ന് പോയി കാണുന്നു, ക്രിസ്ത്യൻ വിഭാഗത്തിന് പോയി. പക്ഷേ മുസ്ലിങ്ങൾ പറയുന്നു, തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഒരക്ഷരം പോലും വെട്ടിമാറ്റാൻ പാടുള്ളതല്ല, അതൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കണം, അത് ലോകാവസാനം വരെയുള്ളതാണെന്ന്. ലോകാവസാനം വരെയും ഈ നിയമം ബാധകമാണ് അവർക്ക്. അപ്പോൾ ഈ പറയുന്ന പരസ്പരം സ്നേഹിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരവസ്ഥ ലോകാവസാനം വരെ നിലനിൽക്കും. ആ ആയത്തുകൾ നിലനിൽക്കും. അന്യമതസ്ഥരെ വെറുക്കാൻ പറയുന്ന ആയത്തുകൾ നിലനിൽക്കും. അന്യരെ സ്നേഹിക്കരുതെന്ന് പറയുന്ന ആയത്തുകൾ നിലനിൽക്കും. അന്യരിൽ നിന്ന് എല്ലാം പഠിച്ച് അത് അവർക്ക്, അല്ലെങ്കിൽ അന്യമതസ്ഥരിൽ നിന്നെല്ലാം പഠിച്ച് അത് അവർക്ക് തന്നെ പ്രയോഗിക്കണമെന്ന് പറഞ്ഞ വിശ്വാസവും നിലനിൽക്കും. ഇതുകൊണ്ടൊക്കെയാണ് എക്സ് മുസ്ലിംസ് ഉണ്ടാവുന്നത്. തങ്ങൾ യുദ്ധം ചെയ്ത് അടിമകളായി കിട്ടുകയാണെങ്കിൽ ആ അടിമകളെ ഭോഗിക്കുകയും ആ അടിമകളെ എന്തിനു വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുക, അടിമകളെ വിൽക്കുക എന്നുള്ളതൊക്കെ ഈ പറഞ്ഞ വിശ്വാസങ്ങളുടെ ഭാഗമാണ്. തൻ്റെ ഭാര്യയെ വെറും യന്ത്രമാക്കി, ഭോഗിക്കാനുള്ള യന്ത്രമാക്കി ആ ഭോഗവസ്തുവായി നിലനിർത്തുക, അവളിൽ താല്പര്യം കുറഞ്ഞാൽ അടുത്തതിനെ സ്വീകരിക്കുക, അതിലും താല്പര്യം കുറഞ്ഞാൽ വീണ്ടും അടുത്തതിനെ സ്വീകരിക്കുക, അവളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, അവൾ കിടന്നു തന്നില്ലെങ്കിൽ ആ നിമിഷം അവളെ മർദ്ദിക്കാനോ അല്ലെങ്കിൽ പുറത്താക്കാനോ അവളെ മൊഴി ചെല്ലാനോ ഉള്ള അവകാശമുണ്ടായിരിക്കുക. ഇങ്ങനെ പാകൃതമായിട്ടുള്ള നിയമങ്ങളൊക്കെ ഈ മതത്തിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അത് ലോകാവസാനം വരെ അങ്ങനെ തന്നെ നിലനിൽക്കണം. എന്ത് പ്രാകൃതമായ വിശ്വാസമാണെങ്കിലും നിലനിൽക്കണം. 6 വയസ്സുകാരിയെ വിവാഹം കഴിക്കാൻ പറ്റുമെന്നുള്ള പ്രാകൃതമായ അവസ്ഥ നിലനിൽക്കണം. അന്യരെ ദോഷിക്കുക എന്നുള്ള ആ വികാരം നിലനിൽക്കണം. എല്ലാത്തിലുമുപരി തൻ്റേതായിട്ടുള്ള ഒരു മതരാജ്യം വരുന്ന, അള്ളാഹുവിൻ്റെ രാജ്യം വരുന്നവരെ, മറ്റുള്ളവരെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ, അടിച്ചൊതുക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കണം. അതാണ് ജിഹാദ്. ശ്രമിച്ചുകൊണ്ടേയിരിക്കണം, അതാണ് ജിഹാദ്. ഇതാണ് ഇതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഈ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വായിച്ചു പഠിക്കുന്ന ആൾക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് ഇസ്ലാമോഫോബിയ അല്ല, റിയലായിട്ടുള്ള ഒരു ഭയം തന്നെയാണ് അന്യവിശ്വാസികൾക്കുണ്ടാവുക, അന്യമതസ്ഥർക്കുണ്ടാവുക. ഇത് മുസ്ലിങ്ങൾ തിരിച്ചറിയണം.
ആധുനിക മുസ്ലിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഇത്തരം ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള പൊതുസമൂഹത്തിൽ കിട്ടുന്ന കാര്യങ്ങളെ തിരുത്താൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഈ മതം എന്നും പ്രാകൃത മതമായിട്ട് തന്നെ ഇവിടെ നിലകൊള്ളും. ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടുന്നത്, ഇതിൽ നിന്ന് വെട്ടിമാറ്റപ്പെടേണ്ടുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു അവിശ്വാസി ആയിക്കഴിഞ്ഞാൽ, എക്സ് മുസ്ലിം ആയിക്കഴിഞ്ഞാൽ അവനെ കൊല്ലണമെന്നാണ് ഈ മതം പറയുന്നത്. മറ്റ് സ്വാതന്ത്ര്യമൊന്നും അവനില്ല. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും സ്നേഹമാണ് ഈ മതം എന്ന് പറയുന്നിടത്ത് നിങ്ങൾ ഈ വലാവും ബറാവും എന്തിനാണ് നിലനിർത്തിയത് എന്ന് ചോദിക്കണം. എന്താണ് വലാവും ബറാവും? നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും അന്യരെ ദ്രോഹിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ അന്യരെ അകറ്റി നിർത്തുകയും ചെയ്യുന്ന എന്നുള്ള നിയമം നിങ്ങളുടെ മതത്തിലുണ്ടോ എന്ന് ചോദിക്കണം. ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഈ വലാഇൻ്റെയും ബറാഇൻ്റെയും ഒരു കോപ്പി എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കണം. ഞാനിതിൻ്റെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും. ഞാനത് പബ്ലിക്കേഷൻ്റെ പേര് വേണമെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് islamhouse.com islamhouse.com പോയാൽ നിങ്ങൾക്ക് കിട്ടും. 2009 ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കോഓപ്പറേറ്റീവ് ഓഫ് ഫോർ കാൾ ഗൈഡൻസ് ദബ്വ, റിയാദ്, സൗദി അറേബ്യ, റിയാദ് എന്നാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വലാവും ബറാവും എന്ന് ഇംഗ്ലീഷ് വേർഷൻ വേണമെങ്കിൽ ഇംഗ്ലീഷ് വേർഷൻ കിട്ടും. മലയാളത്തിൽ വലാവും ബറാവും നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കുക. ഷെയ്ഖ് സാലിഹ് ഫൗസാൻ അൽ ഫൗസാൻ ആണ് ഇത് എഴുതിയിരിക്കുന്നത്. വിവർത്തനം ചെയ്തിരിക്കുന്നത് അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള, എഡിറ്റർ സൂഫിയാൻ അബ്ദുൽ സലാം. ഇസ്ലാം ഹൗസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. വായിക്കുക. വായിക്കുമ്പോൾ ഞാനിത് മുഴുവനും പറഞ്ഞിട്ടില്ല, വായിക്കുമ്പോൾ കൂടുതൽ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഈ മതത്തിൽ ഇങ്ങനെ ഒന്നുണ്ട് എന്ന് പറയാതെ വയ്യ. ആ മതത്തിൽ ഇങ്ങനെ വിരോധം വെച്ച്, അന്യരോട് വിരോധം വെച്ച് പുലർത്തണമെന്നും അവരെ സ്നേഹിക്കരുതെന്നും വ്യക്തമായിട്ടും ശക്തമായിട്ടും പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഈ മതം മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു, അവരും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. മാറ്റമുണ്ടാകുമ്പോൾ സമൂഹം ഇതൊക്കെ വായിച്ചിട്ട് അവരെ തന്നെ വെറുക്കും. അങ്ങനെ വെറുക്കാതിരിക്കാൻ, മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ആ സമൂഹമാണ് ശ്രമിക്കേണ്ടത്. നമുക്കതിൽ ഇടപെടാൻ കഴിയില്ല. ഈ എപ്പിസോഡ് തീരുകയാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.